ചുരുളഴിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. റോഷിപ്പാൽ, അതാണ് ഒരു വിഗ്രഹക്കടത്താണോ ഇവർ പദ്ധതിയിട്ടത്, അല്ലെങ്കിൽ അതിന്റെ റിപ്ലിക്ക എന്ന് തോന്നുന്ന രീതിയിൽ രാജ്യാന്തര വിഗ്രഹക്കടത്ത് മാഫിയയുടെ ഭാഗമായിട്ടുള്ള ഒരാളുടെ പങ്കിനെ കുറിച്ച് വരെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതി ചോദിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. വൻ വിലയ്ക്ക് വിൽക്കാനാണോ ശ്രമം ഉണ്ടായത് എന്ന് കരുതുകയാണ്. മാത്രമല്ല ഇതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി അത് കാണിച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു ശ്രമം എന്ന് മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ ഈ പാളികൾ ദീർഘനാൾ പോറ്റിയുടെ കൈവശമായിരുന്നു. അത് മിസ്സിംഗ് എന്ന നിലയ്ക്കായിരുന്നു, അല്ലെങ്കിൽ അത്രയധികം ദിവസം അയാൾ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. ഈ സമയത്തൊക്കെ എന്ത് കച്ചവടമാണ് നടന്നത് എന്ന് പോലും അറിയില്ല. വിനീത, ഏറ്റവും ഗൗരവമുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ ദ്വാരപാലക വിഗ്രഹം ഉൾപ്പെടെ അതിന്റെ പകർപ്പെടുത്തു, അത് രാജ്യാന്തര വിഗ്രഹ കടത്ത് സംഘത്തിന്റെ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയോ എന്ന സംശയം കൂടി ഹൈക്കോടതി ഉയർത്തുന്നുണ്ട്. കാരണം ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഏറെ നാൾ അത് കൈവശം വെച്ചിരുന്നു. അങ്ങനെ ഓരോ പാളികളും, അത് വാതിൽ കട്ടിളപ്പാളികളാകട്ടെ, വാതിൽ നിർമ്മിക്കാനുള്ള അതിൻ്റെ അളവുകളാകട്ടെ, എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൻ്റെ കൃത്യമായി അത് കൈവശപ്പെടുത്തിയിരുന്നു. അങ്ങനെ അതിൻ്റെ മാതൃക ഉണ്ടാക്കുകയും അത് പുറത്തേക്ക് കടത്താനുള്ള ശ്രമമടക്കം നടത്തിയോ എന്നടക്കമുള്ള ഏറ്റവും ദുരൂഹത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായി ആ തരത്തിലേക്ക് അന്വേഷണം നീങ്ങേണ്ടി വരും. ഇത് എവിടം വരെ ഈ കൊള്ള നടന്നു എന്നത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതുവരെ പുറത്തു വന്നതിന് അപ്പുറത്തേക്ക് തട്ടിപ്പുകൾ ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും നടത്തിയെന്ന സംശയം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ ദ്വാരപാലക വിഗ്രഹം മാത്രമായിരുന്നു സംശയിച്ചതെങ്കിൽ പിന്നീട് കട്ടിളപ്പാളി, അത് സംബന്ധിച്ച മഹസറടക്കം പുറത്തു വന്നപ്പോൾ പിന്നീട് വാതിൽ പാളികളിലേക്ക് സംശയം പോകുന്നു. ഇങ്ങനെയെങ്കിൽ അതിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെയൊക്കെ അളവുകൾ എടുത്ത് അത് പുറത്ത് ഇതിന്റെ മൂല്യം വളരെ വലുതാണ്. സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ മാതൃക, അത് ദ്വാരപാലക വിഗ്രഹം എന്ന രീതിയിൽ വിൽപ്പന നടത്തിയോ, അങ്ങനെ ഒരു പക്ഷേ വിശ്വാസികളെ പറ്റിക്കുന്ന തരത്തിലേക്ക് വിൽപ്പന നടത്തിയോ, അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന്റെ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഏതെങ്കിലും വലിയ ഒരു വൻകിട മാഫിയയ്ക്ക് വേണ്ടി നടത്തിയ തട്ടിപ്പാണോ എന്നടക്കമുള്ള സംശയങ്ങളാകാം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണത്തിലൂടെ വിലയിരുത്താൻ കഴിയുക. ഏറ്റവും സുപ്രധാനമാണ്, ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ആണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത്. SIT ഏതായാലും വളരെ വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ദേവസ്വം മുൻ അധ്യക്ഷനായ N. വാസുവിനടക്കം സംശയിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെ ഏറ്റവും കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന പ്രതീക്ഷയാണ്. നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമമായിരുന്നു എന്ന് കൂടി അന്വേഷിക്കാൻ SITയോട് നിർദ്ദേശിക്കുകയാണ് കോടതി. GV പ്രസാദ് കൂടി ചേരുകയാണ്. പ്രസാദ്, രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമായിരുന്നോ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് കോടതി ചോദിക്കുമ്പോൾ അതിന്റെ അന്വേഷണം ഒരു വിഗ്രഹക്കടത്തിലെ പ്രമുഖരായ സുഭാഷ് കപൂർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതിലിപ്പോൾ പോറ്റി മാത്രമായി ഒതുങ്ങില്ല, ചില ഉദ്യോഗസ്ഥർ മാത്രമായി ഒതുങ്ങില്ല. ഈ മാഫിയയിൽ, ഈ നെക്സസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കൂടി അറിയേണ്ടതുണ്ട്. വിനീത, ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഹൈക്കോടതി കാണുന്നത്. ഹൈക്കോടതി ഇതിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതുകൊണ്ട് നിർത്തേണ്ട അന്വേഷണമല്ല, അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള അന്വേഷണം പോരാ എന്നുള്ള സൂചനയിലേക്കാണ് ഹൈക്കോടതി പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. രാജ്യാന്തര വിഗ്രഹ നിർമ്മാണം ഇതിൻ്റെ മറവിൽ നടന്നോ എന്നുള്ള കാര്യമാണ് ഹൈക്കോടതി പ്രധാനമായും ഊന്നുന്നത്. അറിയാവുന്നതുപോലെ നേരത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ മോൾഡ് എടുക്കുക, അതുപോലെ തന്നെ താങ്ങുപീഠത്തിൻ്റെ മോൾഡ് എടുക്കുക, ഇതെല്ലാം അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഒരു മിനിറ്റ്സ് പോലും, ഒരു മഹസർ പോലും തയ്യാറാക്കാതെയാണ് അതെല്ലാം കൊണ്ടുപോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. താങ്ങുപീഠത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, താങ്ങുപീഠം പുതിയതായി നിർമ്മിച്ച് കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ വേണ്ടത്ര നിറമുണ്ടായില്ല, പിന്നീട് വലിപ്പം ഒത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്ത്. ആ സമയത്തെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സുഹൃത്ത് CK വാസുദേവനും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും അതിലൊരു മഹസർ രേഖപ്പെടുത്താനോ അതിൻ്റെ ശരിയായ നടപടികളിലേക്ക് കടക്കാനോ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമുള്ള ഒരു കാര്യം.
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനിയും അന്വേഷണം എത്താനുണ്ട് എന്ന സൂചനയിലേക്ക് തന്നെയാണ് ഹൈക്കോടതി നീങ്ങുന്നത്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞത് വിനീത, നമ്മൾ ആദ്യം അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടറുമാണ്. അതായത് ശ്രീകോവിലിൻ്റെ വാതിൽ, ആ വാതിലിലൂടെയാണ് ഈ സംഭവം എല്ലാം തുടങ്ങുന്നത്. ആ വാതിലിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലും ക്രമക്കേട് നടന്നതായ സംശയമാണ് ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2018 ആ വാതിലിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ആ വാതിലിൻ്റെ നിർമ്മാണത്തിനുള്ള ഉത്തരവ് 6/8/2018 കൊടുക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. അത് സ്വന്തം ചെലവിൽ നിർമ്മിച്ചുകൊണ്ട് അവിടെ സ്ഥാപിക്കാം എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അതിന് സ്പോൺസർമാരെ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അജികുമാർ എന്നയാൾ 35 ലക്ഷം രൂപ കൊടുത്ത വിവരങ്ങളെല്ലാം ഇതിനകം തന്നെ പുറത്തു വന്നതാണ്. ആ വാതിൽ അവിടെ സ്ഥാപിച്ചതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിൽ പൊതിഞ്ഞ വാതിൽ ഇപ്പോഴും സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. പക്ഷേ അത് കണ്ടതായിട്ട് ആരും പറയുന്നുമില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പഴയ വാതിൽ എങ്ങോട്ടേക്ക് പോയി എന്ന സംശയം ഉയരുന്നുണ്ട്. പുതിയ വാതിൽ നിർമ്മിക്കാനുള്ളതും അതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. കാരണം സ്വർണം പൂശിയ വാതിൽ വരുന്നതോടുകൂടിയാണ് കട്ടിളപ്പടിക്കും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങൾക്കും തിളക്കം കുറഞ്ഞതായി ഇതേ ദേവസ്വം ബോർഡും ഇതേ ഉദ്യോഗസ്ഥരും പറയുന്നത്. ആ വാതിൽ അവിടെ വെച്ചതോടുകൂടിയാണ് പിന്നീട് മറ്റ് ഇനങ്ങളിലേക്കും ഇവരുടെ കണ്ണു പോകുന്നതും. അത് സ്വർണം പൂശാൻ എന്ന പേരിൽ കൊണ്ടുപോയി ആകെ ഉരുക്കിയെടുത്ത് സ്വർണ്ണ കൊള്ള നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. ഹൈക്കോടതിക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തട്ടിപ്പുകാരനും 2-3 ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയിട്ടുള്ള കൊള്ളയല്ല. ഇതിൽ വ്യക്തമായ ഗൂഢാലോചനയും ആസൂത്രണവും ഉന്നതങ്ങളിൽ തന്നെ നടന്നിട്ടുണ്ട്. അതിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. മാത്രമല്ല, ഹൈക്കോടതി സംശയം പ്രകടിപ്പിക്കുന്നത് പോലെ രാജ്യാന്തര വിഗ്രഹ നിർമ്മാണ ലോബിയിലേക്ക് അല്ലെങ്കിൽ മാഫിയയിലേക്ക് ഇവിടെ നിന്നുള്ള മോൾഡുകൾ പോയിരുന്നോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഹൈക്കോടതി സംശയം പങ്കുവയ്ക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഇടനിലക്കാരനാണോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത സ്വർണമാണ് ഗോവർദ്ധൻ്റെ റോദ്ധം ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അതിലെ യഥാർത്ഥ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് അതേ രൂപത്തിൽ തന്നെ വിദേശത്തേക്ക് കടന്നിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. പ്രധാനമായും ഹൈക്കോടതി ഇങ്ങനെയൊരു സംശയം ഉന്നയിച്ച സാഹചര്യത്തിൽ വിനീത.